ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കോഴിക്കോട് കടലുണ്ടി പക്ഷി സങ്കേതത്തിലേക്കാണ് കേട്ടോ. കടലുണ്ടി നദി അറബിക്കടലിൽ പതിക്കുന്ന കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ പ്രദേശത്ത് ദ്വീപുകളുടെ കൂട്ടത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 60-ലധികം ഇനം ദേശാടന പക്ഷികൾ ഈ ഭൂമിയിലുണ്ട്. അവ വർഷത്തിലെ വിവിധ സമയങ്ങളിൽ സന്ദർശിക്കുന്നു. കടൽ കാക്കകൾ, ടീനുകൾ, സാൻഡ് പൈപ്പറുകൾ, മണൽ പ്ലോവർ, ചുവപ്പ് പച്ച നിറത്തിലുള്ള ഷാങ്ക്സ്, ടേൺ സ്റ്റോണുകൾ തുടങ്ങിയവ കാണാൻ കഴിയും. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഏറ്റവും അനുയോജ്യമായ കാഴ്ച സമയം. നമ്മൾ പോയപ്പോൾ വളരെ കുറച്ച് പക്ഷികളെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. വെറും ഒരു പക്ഷി സങ്കേതം മാത്രമല്ല കടലുണ്ടി. കണ്ടൽക്കാടുകൾ കൊണ്ട് നിറഞ്ഞ തുരുത്തുകളാണ് ഇവിടുത്തെ പ്രത്യേകത. വ്യത്യസ്ത തരത്തിലുള്ള നിരവധി കണ്ടലുകൾ ഇവിടെ കാണാം. കുറ്റിക്കണ്ടൽ, ഉപ്പട്ടി. ഇതിൻ്റെ ഇലകൾക്കടിയിൽ ഉപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിന് ഉപ്പട്ടി എന്ന് പേര് വന്നത്. പിന്നെ കണ്ണാമ്പൊട്ടി, ചുള്ളിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, ചക്കരക്കണ്ടൽ, അങ്ങനെ നിരവധി ഇനം കണ്ടലുണ്ട് ഇവിടെ. കടലുണ്ടി പക്ഷി സങ്കേതത്തിലെത്തി പക്ഷികളെ കാണുന്നതിനോളം തന്നെ ആസ്വദിക്കാവുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ ബോട്ട് യാത്ര. കണ്ടൽ ചെടികൾ നിറഞ്ഞ തുരുത്തിലൂടെ വ്യത്യസ്തങ്ങളായ പക്ഷികളെ കണ്ട് നടത്തുന്ന ബോട്ടിംഗ് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. ഈ യാത്രയിലൂടെ പക്ഷി സങ്കേതം മുഴുവനായും കാണാൻ സാധിക്കും. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ. ബോട്ടിങ്ങിന് പോകാൻ ഒരു ബോട്ടിന് 800 രൂപയാണ്. ഒരാൾക്ക് മാത്രമായോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് മാത്രമായോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഫാമിലിയുമായി നമുക്ക് ഷെയർ ചെയ്തും ബോട്ടിംഗ് യാത്ര നടത്താം. വേലിയേറ്റം ഇറക്ക സമയമനുസരിച്ച് വേലിയിറക്കം സമയമനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞുമിരിക്കും. കൂടുതൽ ആൾക്കാർ ബോട്ടിലുണ്ടെങ്കിൽ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ സഞ്ചാരം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളും വേറൊരു ഫാമിലിയായി ഷെയർ ചെയ്തായിരുന്നു കേട്ടോ പോയത്. യാത്രകൾ കണ്ണും മനസ്സും നിറയ്ക്കും, അതുപോലെ തന്നെ കാഴ്ചകളും. അപ്പോൾ ഇന്നിവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് ഇടുക. അടുത്ത സ്പോട്ടുമായിട്ട് കാണാം. അതുവരേക്കും ബായ്. ദിസ് ഈസ് ജിജി. സന്തോഷമായിട്ടിരിക്കുക.